നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചായിരുന്നു ബോധവൽക്കരണം. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ വീണ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വിജീഷ് വി, അജയ് PB, അഖിൽ, അജിത് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. രണ്ട് കൈയും തട്ടി മാറ്റി ഇല്ലേ? ഇമ്മാനുവൽ രണ്ട് കൈയും തട്ടി മാറ്റി എന്ത് ചെയ്യണം? പിന്നെ ബെൻഡാക്കി നിർത്തി. അപ്പൊ നമ്മുടെ കൈ കൊണ്ട് എവിടെ സപ്പോർട്ട് ചെയ്യണം? നെഞ്ചിന്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ബെൻഡാക്കി നിർത്തി. ആ 5 തവണ കൈന്റെ ഈ ഭാഗം കൊണ്ട് ശക്തമായിട്ട് 5 തവണ തട്ടുന്നു. ഓക്കെ അല്ലേ? എന്നിട്ട് ഫുഡ് വന്നോ ഇമ്മാനുവലെ? പുറത്ത് വന്നോ? ഇമ്മാനുവൽ ഫുഡ് പുറത്ത് വന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ഇത് വന്നിട്ടില്ല, ഇമ്മാനുവൽ വീണ്ടും വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണു? അതുകൊണ്ട് പിന്നെന്ത് ചെയ്യും? പൊക്കളുടെ മുകളിലായിട്ട് ഈ വിരല് വെച്ച് ജെ ആകൃതിയിൽ ചിരിക്കുന്നവരെ അടുത്ത്. തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ, ദുരന്ത നിവാരണ മാർഗങ്ങൾ, പ്രാഥമിക ശുശ്രൂഷ, അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദമായ ബോധവൽക്കരണം നൽകി. വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പരിപാടിയിൽ പങ്കെടുത്തു. ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും സുരക്ഷാ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും ക്ലാസ് സഹായകമായി. അധ്യാപിക ശുഭ നന്ദി അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് CCV.